സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. എമിലിയുടെ പുറകിൽ ജാനറ്റും വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവൾ അമ്മയെ തോണ്ടി. എന്താന്ന് ചോദിക്ക്. എന്തെങ്കിലും കുരുത്തക്കേട് തൻ്റെ മകൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് എമിലിക്ക് തോന്നി. ആഞ്ചലോസ് ഒന്നും മനസ്സിലാകാതെ എമിലിയെ നോക്കി. നിങ്ങൾ കാര്യം പറഞ്ഞില്ലല്ലോ. എൻ്റെ മോൻ നിങ്ങളെ എന്തിനാണ് ഉപദ്രവിക്കണത്? എമിലി മര്യാദയോടെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കാര്യം അറിഞ്ഞില്ലേ? അവൻ എൻ്റെ മോളെ കല്യാണം കഴിക്കണമെന്ന്. അവളെ റോഡിൽ തടഞ്ഞു നിർത്തി പറഞ്ഞതാണ്. അവൻ അവളെ കടലിൽ നിന്ന് രക്ഷിച്ചതാണത്രേ. അതുകൊണ്ട് അവളെ അവന് വേണമെന്ന്. ഇതിനൊക്കെ മറുപടി തരേണ്ടത് ഈ രീതിയിലല്ല. പക്ഷേ ഞാനൊരു മര്യാദക്കാരനായതുകൊണ്ട് ഒരു തവണ ഇവിടെ വന്ന് പറയുകയാ. മകനോട് പറയണം വേഷം കെട്ട് അറക്കൽ ചാർലി സേവിയറിൻ്റെ അടുത്ത് വേണ്ടെന്ന്. ഞാൻ അവനോട് പറയാം, അവൻ ഇങ്ങോട്ട് വന്നാട്ട്, എമിലി പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെയാ അതിൻ്റെ കേട്. അവൻ്റെ പേരിൽ ഞാൻ മാരാരി സർക്കിളിന് പരാതി കൊടുത്തിട്ടുണ്ട്. സർക്കിളിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവനെ ഞാൻ കാണുകയും ചെയ്തു. കയ്യിൽ വിലങ്ങിട്ടുകൊണ്ട് നിൽക്കുന്നു. അവിടെ വെച്ചും അവൻ പറഞ്ഞു എൻ്റെ മകളെ അവന് കല്യാണം കഴിക്കണമെന്ന്. അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ? സാറിൻ്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കണ്ട. ആ പെങ്കൊച്ചിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്നതാ പ്രശ്നം? അവൻ അവളുടെ കല്യാണം മുടക്കുമെന്ന ഭീഷണി. സൈമൺ തരകൻ്റെ മകൻ ഡാൻഡസുമായി അവളുടെ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാ. എൻ്റെ സാറേ, അവൻ വാവിട്ട് വല്ലതും പറയുന്ന കേട്ടിട്ട് നിങ്ങളൊക്കെ അതിനൊപ്പിച്ച് വഴക്കിന് വന്നാലോ? നിങ്ങളുടെ സമ്മതമില്ലാണ്ട് നിങ്ങളുടെ മോടെ കല്യാണം നടക്കുക? എമിലി ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ വന്ന് പറഞ്ഞു. മകൻ കൈയും കാലും ഒടിഞ്ഞ് നട്ടെല്ല് പൊട്ടിക്കിടക്കുമ്പം എൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞേക്കരുത്. അതുകൊണ്ടാണ് നേരത്തെ മുന്നറിയിപ്പ് തന്നത്. ഞങ്ങൾ പോണു. ചാർലി സേവ്യർ തിരിഞ്ഞു നടന്നു. പിന്നാലെ അയാൾക്ക് തുണ ചെന്നവരും നീങ്ങി. റോഡരികിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ അവർ ചെന്ന് കയറി. അവ ഒന്നിനു പുറകെ ഒന്നായി തിരികെ പോയി. അവൻ ഇതെന്തുദ്ദേശിച്ചാ? എമിലി ആരോടെന്നില്ലാതെ ചോദിച്ചു. ശൗര്യക്കുട്ടിക്ക് അത്ര കൊതിയാണെങ്കിൽ കെട്ടട്ടെ അമ്മേ, ജാനറ്റ് പറഞ്ഞു. പോടി അവിടുന്ന്. നീ എന്നാ കണ്ടിട്ടാ ഈ പറയണേ? അവരൊക്കെ ആരാണെന്നാ നിന്റെ വിചാരം? ശൗര്യക്കുട്ടി ആരാണെന്ന അമ്മയുടെ വിചാരം? ജാനറ്റ് മറു ചോദ്യം ഇട്ടു. കാരിക്കാട്ടെ ഡാൻഡസിന് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണിനെ ശൗര്യക്കുട്ടിക്ക് എങ്ങനെ കിട്ടുമടി? അവൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ചുമ്മാ പറയൂ ഞാൻ കെട്ടിക്കോളാന്ന്. എന്തു വഴി? ആ കുടുംബക്കാർക്കാർക്കും ഇഷ്ടമല്ല, പെണ്ണിനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? അവർ പോലീസിൽ പരാതിയും കൊടുത്തു. ഇനി അതിൻ്റെ കേസ്. അവൻ എന്തൊക്കെ ഭ്രാന്താണോ കാണിക്കണത്? അമ്മേ, ഡെന്നിച്ചിന് ഷീബയെ കിട്ടുന്ന നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ? ഈ ശൗര്യക്കുട്ടി അത് ശരിയാക്കി കൊടുത്തില്ലേ? അതുപോലെ ഇത് നടക്കും. എടി, അത് പിന്നെ പെണ്ണിന് അവനെ ഇഷ്ടമായിരുന്നല്ലോ. അവൾ കൂടെ ഇറങ്ങിപ്പോണതുകൊണ്ട് സംഗതി നടന്നു. ഇല്ലെങ്കിൽ നടക്കൂ? അതുപോലാണോ ഇത്? എനിക്ക് തോന്നുന്നത് ശൗര്യക്കുട്ടി ഇത് നടത്തുമെന്നാ. ആ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. ജാനറ്റിന് അതങ്ങനെ തന്നെ നടക്കണമെന്നുണ്ട്. പ്രണയിക്കുന്നവരുടെ പക്ഷത്തേക്ക് അവളുടെ മനസ്സ് വീണ്ടും ചാഞ്ഞു തുടങ്ങി. ഒരിക്കൽ അവൾ പ്രണയിക്കുന്ന സകലരെയും വെറുത്തു പോയതാണ്. അവളുടെ പ്രണയം തകർന്നതോടെ എല്ലാ പ്രേമബന്ധങ്ങളെയും അവൾ ശപിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അവൾക്കൊരു മോഹം. പ്രണയിക്കാനും പ്രണയിക്കുന്നവരെ കാണാനും പ്രണയകഥകൾ അറിയാനും കേൾക്കാനും. ഉച്ചതിരിഞ്ഞപ്പോൾ ശൗര്യക്കുട്ടി ഒരു പിക്കപ്പ് വാനിൽ വീട്ടിലെത്തി. ഓർക്കാപ്പുറത്ത് അവൻ കയറി വരുന്നത് കണ്ടപ്പോൾ എമിലിക്ക് അത്ഭുതമായിരുന്നു. പോലീസ് അവനെ വിട്ടയച്ചോ അതോ ജാമ്യം എടുത്തതോ? അതുമല്ലെങ്കിൽ ചാടിപ്പോന്നുവോ? അമ്മ, ജാമ്യം കിട്ടി, ഞാനിങ്ങ് പോന്നു. ശൗര്യക്കുട്ടി എമിലിയുടെ ആകാംക്ഷയ്ക്ക് മറുപടി നൽകി. എടാ മോനെ, നിന്നെ അവർ ഇന്നലെ രാത്രി ലോക്കപ്പിലിട്ട് വല്ലതും ചെയ്തോ? പോലീസല്ലേ അമ്മേ. കുറേ ഇടിച്ചു, കുറച്ചൊക്കെ ഞാൻ തടഞ്ഞു. മുതുകിലൊക്കെ കുറേ ഇടി കിട്ടി. അത് സാരമില്ല, എൻ്റെ ശരീരത്ത് അതൊന്നും ഏക്കത്തില്ലമ്മേ. നിന്റെ ഷർട്ടൂരി കാണിച്ചേ. ശൗര്യക്കുട്ടി ഷർട്ട് അഴിച്ചു കാണിച്ചു. പലയിടത്തും ക്ഷതങ്ങളുടെ പാട് കാണാം. എമിലി അവയ്ക്കും ഇത് കൈയൊടിച്ചു. ഇത് കുറേ ഉണ്ടല്ലോ മോനെ. അത് സാരമില്ലെന്ന്. ഉള്ളിലോട്ട് വലിയ കേടില്ല, പുറമേ കാണുന്നതേ ഉള്ളൂ. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയെങ്കിലും ആരോടും വഴക്കിന് പോകാണ്ട് അവനവൻ്റെ ജോലി നോക്കി ജീവിക്കേ. വഴക്കിനാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, ആന്ധ്രയിലോട്ട് തന്നെ തിരിച്ചു പോ. ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനം വേണ്ടേ? അമ്മ, ഞാൻ വഴക്കിന് തന്നെയാണ് വന്നത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എടാ മോനെ, എനിക്ക് പേടിയാ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അറക്കലെ ചാർലി സേവിയർ എന്നും പറഞ്ഞ് ഒരാളും കൂട്ടക്കാരും കൂടെ ഇവിടെ വന്ന് നീ അയാളുടെ മോളെ കെട്ടുമെന്ന് പറഞ്ഞാ? ആ പറഞ്ഞായിരുന്നു. നീ എന്തടാ ശൗര്യക്കുട്ടി ഇങ്ങനെ?
അയാളുടെ മോളെയാണോ നീ പണ്ട് കടലിൽ നിന്ന് രക്ഷിച്ചത്? ആണമ്മ, സോണിയ റോസ്. എടാ മോനെ, നീ എന്ത് മര്യാദക്കേടാ പറയണതും കാണിക്കണതും? ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ വേണ്ടില്ല. ഇതങ്ങനെയല്ലല്ലോ. അവിടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ അവരോട് വഴക്കിന് നിൽക്കണത്? അമ്മ, എനിക്ക് അവരോട് ഒരു വഴക്കുമില്ലമ്മ. പക്ഷേ അവളെ കാരക്കാട്ട് ഡാൻഡസ് കല്യാണം കഴിക്കണത് എനിക്കിഷ്ടമല്ല. അവനെയൊക്കെ ഞാൻ തകർത്ത് കളയും അമ്മ. അതോടെ അവളുടെ ജീവിതം പോയില്ലേ? ഞാൻ കടലിൽ നിന്ന് കോരിയെടുത്ത പെണ്ണല്ലേ? അവൾ വേറെ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചിട്ട് കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകന് ഞാൻ കൊടുക്കൂല. നിന്നെ കൊണ്ട് സാധിക്കുമോ അത് മുടക്കാൻ? നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ മുടക്കും അമ്മ. അമ്മയ്ക്ക് ഞാൻ കാട്ടിത്തരാം എന്താ ചെയ്യാൻ പോണേന്ന്. എടാ, പോലീസും ആളുകളും ഒക്കെ അവരുടെ പക്ഷത്താ. ഇപ്പോൾ തന്നെ നിനക്ക് ചുറ്റും ശത്രുക്കളാ. ഇനിയും ശത്രുക്കളെ ഉണ്ടാക്കി വെക്കടാ. എനിക്ക് ശത്രുക്കൾ ഇതൊന്നും പോരാ അമ്മ, കുറേ കൂടി വേണം. അതിൽ അറക്കിലെ ചാർലി സെവിയറും മക്കളും ബന്ധുക്കളും ഒക്കെ വന്നോട്ട്. ഞാനത് കൈകാര്യം ചെയ്തോളാം. അമ്മ പേടിക്കണ്ട. നീ പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പേടിക്കാണ്ടിരിക്കും? നീ ഒറ്റ. അവരെത്ര പേരാ? അവർക്ക് വേണമെന്ന് വെച്ചാൽ കൂലിത്തല്ലുകാരെ ഇഷ്ടം പോലെ കിട്ടും. കുറേ പേര് നിന്നെ വളഞ്ഞു നിന്ന് തല്ലിയ നീ എന്നാ ചെയ്യും? റോഡിൽ നിൽക്കുമ്പോൾ വണ്ടിയിലിടിപ്പിച്ചാൽ എന്നാ ചെയ്യും? ഇരുട്ടത്ത് പാത്തിരുന്നടിച്ചാൽ എന്നാ ചെയ്യും? അവർക്ക് ആളും പേരുമുണ്ട്, പോലീസുണ്ട്, ഇഷ്ടം പോലെ പൈസയുണ്ട്. നിനക്കോ? എനിക്കും പോലീസുണ്ടമ്മ. എനിക്കും കൂട്ടിനാളുണ്ട്. ഈ പറയണ പോലീസൊക്കെ എൻ്റെ കൂടെ വരും. 5 or 10 പേര് വന്നിട്ട് എന്നെ അടിച്ചു കൊല്ലുമെന്ന്. അമ്മ പേടിക്കണ്ട. അതിനുള്ള അടിതടയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എടാ മോനെ, എന്തൊക്കെ അഭ്യാസം പഠിച്ചാലും കളവിലും ചതിയിലും വല്ലതും ചെയ്താൽ നമുക്കെന്നാ ചെയ്യാൻ പറ്റും? ശത്രു അടുത്തുണ്ടെങ്കിൽ എനിക്കറിയാം അമ്മ. അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നായ മണം പിടിക്കുന്ന മാതിരി എനിക്കത് കിട്ടും. നീ ഒരു കാര്യം ചെയ്ത് കുറേ നാളും കൂടെ ആന്ധ്രയിൽ പോയി നില്ല്. അതാ നല്ലത്. ഇല്ലമ്മ, എൻ്റെ ജോലി ഞാനിവിടെ തുടങ്ങിയല്ലോ. ഇനി അത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ചേച്ചിയുടെ കല്യാണം ഉടനെ നടത്തണ്ടേ? വയസ്സെത്രയായി? അതിങ്ങനെ എടുപിടിയെന്ന് നടത്താൻ പറ്റുമോടാ? ഒരു 3 മാസത്തിൻ്റെ അകത്ത് ഞാൻ നടത്തും അമ്മ. നോക്കിക്കോ. എമിലിക്ക് അവൻ പറയുന്നതൊന്നും അപ്പാടെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ തള്ളിക്കളയാനും മനസ്സ് വരുന്നില്ല. പഴയ ശൗര്യക്കുട്ടിയെ കൈവെള്ളിയിലെടുത്ത് വെച്ചതുപോലെ അവൾക്കറിയാമായിരുന്നു. ഈ ശൗര്യക്കുട്ടി പലപ്പോഴും അവളെ അന്ധാളിപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു, അമ്പരപ്പിക്കുന്നു. ശൗര്യക്കുട്ടി കുഞ്ഞനിയുടെ അരികെ ചെന്നിരുന്ന് ക്ഷേമാന്വേഷണം നടത്തി. അപ്പോൾ ജാനറ്റും അവൻ്റെ അരികെ ചെന്നിരുന്നു. ശൗര്യക്കുട്ടി, നീ ആ പെണ്ണിനെ കെട്ടെന്ന് പറഞ്ഞത് സത്യമാണോ? ജാനറ്റ് ചോദിച്ചു. വേണ്ടി വന്നാൽ കെട്ടും, അത്രയുള്ളോ? നിനക്കവളെ ഇഷ്ടമായിട്ടല്ലേ? ഞാൻ ഇന്നും കൂടെ ചേർത്ത് 2 തവണ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടേണ്ടത്? ഞാൻ ഓർത്തു കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടം തോന്നിയതാണെന്ന്. ജാനറ്റിൻ്റെ സ്വരത്തിൽ നിരാശ കലർന്നു. ശൗര്യക്കുട്ടിക്ക് സോണിയ റോസിനോട് പ്രേമമുണ്ടെന്ന് കേൾക്കാനായിരുന്നു അവൾക്കിഷ്ടം. എനിക്ക് വാശി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ശൗര്യക്കുട്ടി വെളിപ്പെടുത്തി. അവളെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാ. സിനിമാ നടിമാർ തോറ്റുപോകും. പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലെന്ന്. ഇഷ്ടം തോന്നാത്തതെന്താ? അവനെ പ്രേമിച്ചുകൊണ്ട് നടക്കണ പെണ്ണല്ലേ. ഏത്? കാരക്കാട്ട് സൈമൺ തരകൻ്റെ ഇളയ മോനെ, ഡാൻഡസിനെ. എന്നാൽ പിന്നെ അവർ കേട്ടിട്ട് എന്തിനാ വെറുതെ അവരെ വിഷമിപ്പിക്കുന്നത്? ജാനറ്റ് പ്രണയപക്ഷത്തേക്ക് കൂറുമാറി. അവൻ വിഷമിക്കണം. ആര്? ഡാൻഡസ്. അങ്ങനെ അവനെ തകർക്കണം. സൈമൺ തരകൻ ഉൾപ്പെടെ കാരക്കാട്ട് ബംഗ്ലാവിലെ ഓരോ മനുഷ്യജീവിക്കും ഞാൻ ഓരോ ചൂണ്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ വേണോ മോനെ? കുഞ്ഞനെ ചോദിച്ചു. വേണം വല്യമ്മച്ചി. എന്നെ തല്ലി ബോധം കെടുത്തി പുറംകടലിൽ കെട്ടിത്താക്കാൻ കൊണ്ടുപോയതാ. അറിയോ വല്യമ്മച്ചിക്ക്? ആരോടോ ചെയ്തതെന്ന് വല്യമ്മച്ചിക്ക് അറിയോ? കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? ശൗര്യയുടെ ഉച്ഛ്വാസത്തിൽ പകയുടെ ചോരമണം കലർന്നു. വാളെടുക്കുന്നവൻ വാളാൽ എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണത്, കുഞ്ഞനെ ഓർമ്മിപ്പിച്ചു. അത് പൂർത്തിയാക്കാൻ വേണ്ടിയാ ഞാൻ വന്നേക്കണത്. വാളെടുത്തത് ആരാ? സൈമൺ തരകൻ. വാളാൽ തന്നെ അയാൾ തീരണ്ടേ? കുഞ്ഞെന്ന ശൗര്യക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവൻ അനുഭവിച്ചു വന്ന ക്ലേശങ്ങൾ, അപമാനം, വെറുപ്പ്, വിദ്വേഷം, തരംതിരിവുകൾ എല്ലാം അവർക്ക് ഓർമ്മ വന്നു. ഇന്നവന് അതിനെല്ലാം കണക്ക് തീർക്കണം. അവൻ്റെ മുഖത്ത് അതിൻ്റെ ദൃഢനിശ്ചയമുണ്ട്. അവനെ പിന്തിരിപ്പിക്കുക അസാധ്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ആലപ്പുഴയ്ക്ക് പോയിരുന്ന ഡെന്നിച്ചനും ഷീബ മേരിയും 4 മണിയോടെ തിരിച്ചെത്തി.
ശൗര്യക്കുട്ടി ഡെന്നീസിനോട് ചോദിച്ചു. അടുത്ത ആഴ്ച മുതൽ എന്തെങ്കിലും ജോലിക്ക് പോണ്ടേ? പോണം, ഡെന്നീസൻ പറഞ്ഞു. പ്രീമിയർ കമ്പനി പോകുന്നോ അതോ ഏതെങ്കിലും വള്ളത്തിൽ കയറുന്നോ? കമ്പനിയിൽ ഇനി തിരിച്ചെടുക്കുമെന്ന് തോന്നുന്നില്ല. കടലിൽ പണിക്ക് പോകണ്ട, ഷീബ മീരി പറഞ്ഞു. വേറെ പണിയില്ലെങ്കിൽ പോണം. ആണുങ്ങൾ ജോലി ചെയ്തു വേണം ജീവിക്കാനും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനും. ഞാൻ കടലിൽ പൊക്കോളാം. ഡെന്നിച്ചൻ അതും സമ്മതമാണ്. ഉടനെ വേണ്ട, ഞാൻ പറയാം. ശൗര്യക്കുട്ടി തൽക്കാലം ആ വിഷയം അവസാനിപ്പിച്ചു. പടിഞ്ഞാറ് സൂര്യൻ ചാഞ്ഞ നേരത്ത് ശൗര്യക്കുട്ടി ജാനറ്റിനെ വിളിച്ചുകൊണ്ട് കടപ്പുറത്തേക്ക് നടക്കാനിറങ്ങി. അവൻ്റെ പരിഗണനയിൽ അവൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. വീട്ടിൽ എല്ലാവരും ഇതുവരെ അവളെ ഒരു ഭാരമായിട്ടാണ് കണക്കാക്കിയത്. പുരം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാധ്യത. ചേച്ചിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പുലിമുട്ടിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ശൗര്യക്കുട്ടി ചോദിച്ചു. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കൽ അവൾക്കൊരു പ്രേമമുണ്ടായിരുന്നു, അത് തകർന്നുപോയി. പിന്നീട് പല ഘട്ടങ്ങളിൽ അവൾക്ക് ചിലരോട് മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതൊന്നും വെളിപ്പെടുത്താൻ അവസരമുണ്ടായിരുന്നില്ല. അവരൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിതം തുടങ്ങി. ഇപ്പോൾ ആരോടും ഇല്ലടാ, അവൾ പറഞ്ഞു. കല്യാണം ആലോചിക്കുമ്പോൾ എങ്ങനെയുള്ള ആളെയാണ് നോക്കേണ്ടത്? ജോലിക്കാരനാണോ, ബിസിനസ്സുകാരനാണോ, വണ്ടിക്കാരനാണോ? ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ. ആരായാലും വേണ്ടില്ല, സ്നേഹവും നന്ദിയും ഉള്ളവനായിരുന്നാൽ മതി. അവൾക്ക് സഹിച്ച് പരിചയമുണ്ട്. പട്ടിണിയും ദുരിതങ്ങളും ഭയവും അപമാനവും എല്ലാം അവൾക്ക് പരിചിതമാണ്. ഞാൻ കല്യാണം ആലോചിക്കട്ടെ? അവൾ മൂളി. അല്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു. നീ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടാണോ? ഇല്ല, കണ്ടുപിടിക്കണം. അവർ പുലിമുട്ടിൻ്റെ മുകളിലേക്ക് കയറി. വലിയ പാറകളിലൂടെ അവൻ അവളെ കൈപിടിച്ച് കയറ്റി. അന്ത്യസൂര്യൻ്റെ മഞ്ഞ വെളിച്ചം അവരുടെ മേൽ വീണു. ശൗര്യക്കുട്ടി ദൂരെ കാണുന്ന കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. അവിടെ നമുക്ക് താമസിക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചടങ്ങ് അവിടെ വെച്ച് നടത്തണം. നീ എന്തൊക്കെയാ പറയണത്? വല്ലതും നടക്കണ കാര്യമാണോ? ഞാൻ അതിനു വേണ്ടിയ ചേച്ചി ജീവിക്കണത്. എൻ്റെ ഓരോ ശ്വാസത്തിലും അതുണ്ട്. തന്തയില്ലാത്തവൻ്റെ വേദന ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം മറന്നുകളാ. നിനക്ക് നല്ല കാലം വന്നില്ലേ? നല്ല കാലം വന്നതല്ല, ഞാൻ വരുത്തിയതാ ഇതിനു വേണ്ടി, ശൗര്യക്കുട്ടി പറഞ്ഞു. നീ പഠിച്ചിട്ടില്ലേ പ്രതികാരം നമുക്കുള്ളതല്ല ദൈവത്തിനുള്ളതാണെന്ന്? അതെ, ദൈവം എന്നെയാ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ പറയണത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ആയോടാ. പൈസ മാത്രമല്ല, എനിക്ക് ശക്തിയും ആൾബലവുമുണ്ട്, ഒരു കുട്ടി ദൃഢസ്വരത്തിൽ പറഞ്ഞു. അവൻ ജാനറ്റിൻ്റെ കരം ഗ്രഹിച്ചു. ഞാൻ തന്തയില്ലാത്തവൻ്റെ അപമാനവും വേദനയും സഹിച്ച കാലത്ത് തീരെ കുറച്ച് പേര് മാത്രമേ എന്നോട് അലിവ് കാട്ടിയിട്ടുള്ളൂ. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവനോട് ചേർന്ന് നിന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും അഭിമാനവും തോന്നി. അവരോടൊക്കെ എനിക്കുള്ള ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദ്രോഹിച്ചവരോടുള്ള വിരോധം അതിൻ്റെ 10 ഇരട്ടിയാ. കടൽക്കാറ്റിൽ അവരുടെ വസ്ത്രങ്ങൾ മർമ്മര ശബ്ദത്തോടെ ഉലഞ്ഞുകൊണ്ടിരുന്നു. പടിഞ്ഞാറ് മേഘശകലങ്ങൾ ചെന്തി കനലുകൾ പോലെ തിളങ്ങി. അസ്തമയ സൂര്യൻ കടലിലേക്ക് മുങ്ങി താണുകൊണ്ടിരുന്നു. ചെറുകിട വള്ളക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ചെല്ലിക്കടപ്പുറത്ത്. ശൗര്യക്കുട്ടിയാണ് അതിന് മുൻകൈ എടുത്തത്. നിങ്ങളെല്ലാം സൈമൺ തരകനോട് കടം വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. തോന്നിയ പോലെയാണ് അയാൾ ആ കടം തിരിച്ചു പിടിക്കുന്നത്. ചിലർക്ക് 10%, ചിലർക്ക് 15ഉം 20ഉം നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പോവുകയാണ് സൈമൺ തരകൻ. അത് നിങ്ങൾക്ക് അറിയാവല്ലോ. അറിയാമെന്ന് ഏവരും തലകുലുക്കി സമ്മതിച്ചു. 1 ലക്ഷം രൂപ കടം വാങ്ങിയവൻ 3 ലക്ഷത്തിൻ്റെ കമ്മീഷൻ കൊടുത്താലും അവൻ്റെ കടം തീരില്ല. അതുമാത്രമല്ല, അയാളുടെ ഏജന്റുമാര് മീൻ ലേലം ചെയ്യണതിലെ കള്ളത്തരം നിങ്ങൾക്ക് അറിയാവല്ലോ. വള്ളത്തിൻ്റെ ഉടമകൾ അതും തലയാട്ടി സമ്മതിച്ചു. കടലിൽ നിന്ന് കോരിക്കൊണ്ടുവരുന്ന മീൻ ലേലം ചെയ്യാനുള്ള അവകാശം വള്ളത്തിന് വായ്പ കൊടുത്ത തരകനാണ്. മീൻ ലേലം ചെയ്യുമ്പോൾ തരകന് താല്പര്യമുള്ള ചിലർ വിളിക്കുന്ന തുകയ്ക്ക് പെട്ടെന്ന് ലേലം ഉറപ്പിക്കും. മറ്റൊരാൾക്ക് കൂട്ടി വിളിക്കാൻ അവസരം കൊടുക്കാതെയുള്ള ആ ലേലം ഉറപ്പിക്കലിൻ്റെ പിന്നിൽ ഒരു രഹസ്യധാരണയുണ്ടെന്നത് എല്ലാ വള്ളക്കാർക്കും അറിവുള്ള സംഗതിയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പൈസ ഞാൻ തരാം. നിങ്ങളത് കൊണ്ടുപോയി സൈമൺ തരകന് കൊടുത്ത് കടം തീർക്ക്. അയാൾ വാങ്ങണ കമ്മീഷൻ്റെ പകുതി മതി എനിക്ക്. എന്താ? എല്ലാവർക്കും പെട്ടെന്ന് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. പൈസയായിട്ട് തിരിച്ചു കൊടുക്കാമെന്നല്ല കരാറ്. വള്ളം കടലിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ലേലം ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് കമ്മീഷനും മുതലിൻ്റെ ഒരു വീതം കൊടുക്കാമെന്നാ. പൈസ തീർത്ത് കൊടുത്ത്
കടം വീട്ടിയ അയാളെ സമ്മതിക്കത്തില്ലേ? ഇല്ലെന്ന് മാത്രമല്ല, ശൗര്യക്കുട്ടിയുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയെന്നറിഞ്ഞാൽ നമ്മളോട് വിരോധം വരും. സൈമൺ മുതലാളി വിരോധിച്ച നമുക്ക് പ്രശ്നമാ. വള്ളക്കാരിലൊരുവൻ തൻ്റെ നിലപാടും അവസ്ഥയും വെളിപ്പെടുത്തി. ശരി, അയാളുടെ കടം തീർന്നു കഴിയുമ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകരുത്. അത് തത്വത്തിൽ മിക്കവരും അംഗീകരിച്ചു. ഒരാൾ അപ്പോഴും സംശയം പ്രകടിപ്പിച്ചു. ശൗര്യക്കുട്ടി ഒറ്റയാളാ. സൈമൺ തരകൻ വിചാരിച്ച ശൗര്യക്കുട്ടീനെ ഈ കടപ്പുറത്തു നിന്ന് ഓടിക്കാൻ പറ്റും. ശൗര്യക്കുട്ടിയുടെ വാക്ക് കേട്ട് കൂടെ പോന്ന ഞങ്ങൾ പിന്നെ എവിടെ പോകും? പിന്നെ സൈമൺ തരകൻ്റെ അടുത്ത് ചെല്ലണ്ടേ? ഞാൻ ഒറ്റയാണെന്ന് ആര് പറഞ്ഞു? എൻ്റെ പുറകിൽ ആളുണ്ടെന്ന്. എന്നെ നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട. ഞാൻ ഈ കടപ്പുറം പിടിച്ചടക്കാൻ വന്നവനാ. ഞാൻ വേറൊരു സൈമൺ തരകനാ. സൈമൺ തരകനെ പിണക്കുന്നതിനേക്കാൾ കഷ്ടമാ നിങ്ങൾക്ക് എന്നെ പിണക്കിയ. ഞാൻ മാസം 1 വള്ളം വെച്ച് അടുത്ത 12 മാസം കൊണ്ട് 12 വള്ളം ഈ കടപ്പുറത്തിറക്കും. കിട്ടണ മീൻ നിങ്ങൾ വിൽക്കണതിൻ്റെ പാതി വിലയ്ക്ക് വിൽക്കും. അതുകൊണ്ട് എന്നെ പിണക്കാതിരിക്കണതാ നിങ്ങൾക്ക് ബുദ്ധി. വള്ളക്കാർ പരസ്പരം നോക്കി. ശൗര്യക്കുട്ടി നിസ്സാരക്കാരനല്ലെന്ന് ഇതിനകം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 തവണ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടും അവൻ നിസ്സാരമായി ആ കുരുക്കഴിച്ച് ഇറങ്ങിപ്പോന്നു. കശാപ്പുകാരൻ ആൻ്റപ്പൻ പീറ്ററിൻ്റെ മകളെ അയാളുടെ വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് സ്വന്തം ചേട്ടനെ ഏൽപ്പിച്ചു കൊടുത്തു. സൈമൺ തരകൻ്റെ ബംഗ്ലാവിന് മുന്നിൽ ചെന്ന് പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറി നിന്ന് സൈമൺ തരകനെ വെല്ലുവിളിച്ചു. തല്ലാൻ ഗുണ്ടകളുമായി വന്ന സൈമൺ തരകനെയും ഗുണ്ടകളെയും അടിച്ചോടിച്ചു. അവന് ഭയമില്ലെന്ന് മാത്രമല്ല, അവൻ്റെ കൈവശം പണവും. അവൻ്റെ പിന്നിൽ ചെല്ലിക്കടപ്പുറംകാർക്ക് അജ്ഞാതരായ ആളുകളുമുണ്ട്. നിങ്ങളിനി സൈമൺ തരകനോട് കടം വാങ്ങരുത്. വള്ളത്തിനും വലയ്ക്കും എഞ്ചിനും പണം വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം. സൈമൺ തരകൻ്റെ അടുത്ത് പോകുന്നവനെ ഞാൻ നോക്കി വയ്ക്കും. അത്രേ ഇപ്പം പറയാനുള്ളു. അതൊരു താക്കീതും കൂടിയായിരുന്നു. ആ മീറ്റിംഗ് അതോടെ അവസാനിച്ചു. അടുത്ത ദിവസം ഒരു വള്ളം കൂടി ചെല്ലിക്കടപ്പുറത്തെത്തി. കുഞ്ഞന്ന എന്നായിരുന്നു അതിൻ്റെ പേര്. ശൗര്യക്കുട്ടി തൻ്റെ പേരിൽ ഒരു വള്ളം ഇറക്കിയെന്നറിഞ്ഞ് കുഞ്ഞന്നയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. വയ്യാതിരുന്നിട്ടും അവർ ജാനറ്റിൻ്റെ തോളത്ത് തൂങ്ങി കടപ്പുറത്ത് വന്ന് കുഞ്ഞന്നയെ കണ്ടു. പുതിയ വള്ളമൊന്നും ആയിരുന്നില്ല അത്. കാക്കിനാടയിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന വള്ളമാണതെന്ന് ശൗര്യക്കുട്ടി പറഞ്ഞു. 3 വർഷം മുമ്പാണ് കുഞ്ഞന്നയെ കടലിൽ ഇറക്കിയത്. ശൗര്യക്കുട്ടി രണ്ടും കൽപ്പിച്ച് കളം പിടിക്കാൻ തന്നെ വന്നതാണെന്ന് ഇതോടെ ചെല്ലിക്കടപ്പുറത്തുകാർക്ക് തീർച്ചയായി. ചെല്ലിക്കടപ്പുറത്ത് ശൗര്യക്കുട്ടി വള്ളക്കാരുടെ യോഗം വിളിച്ചുകൂട്ടിയതും സൈമൺ തരകനോട് പണം കടം വാങ്ങരുതെന്ന് പറഞ്ഞതും കുഞ്ഞന്ന എന്ന പേരിൽ വള്ളം ഇറക്കിയതും കാരക്കാട്ട് ബംഗ്ലാവിൽ യഥാസമയം അറിയുന്നുണ്ടായിരുന്നു. സൈമൺ തരകൻ അടുത്ത നാൾ തന്നെ വള്ളക്കാരെയെല്ലാം കാരക്കാട്ടെ ഔട്ട് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി. സൈമൺ തരകനോട് കടം വാങ്ങിയിട്ടുള്ള വള്ളക്കാരെല്ലാം ഔട്ട് ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ചെല്ലിക്കടപ്പുറത്ത് വെച്ച് നടത്തിയ വള്ളക്കാരുടെ യോഗത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് സൈമൺ തരകൻ അവരോട് ചോദിച്ചു. അവിടെ നടന്ന കാര്യങ്ങൾ വള്ളക്കാർ തങ്ങൾക്കറിയാവുന്ന പോലെ സൈമൺ തരകൻ്റെ മുൻപിൽ വെളിപ്പെടുത്തി. രാജവെമ്പാലയോടാ ഞാഞ്ഞോനിൻ്റെ കളി. അവനെ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടിയരച്ച തീരാനേ ഉള്ളൂ. അവൻ എൻ്റെ അടുത്ത് കൊമ്പ് കോർക്കണ്. വിവരം കെട്ടവൻ. സൈമൺ തരകൻ തൻ്റെ കടക്കാരായ വള്ളക്കാരോട് പറഞ്ഞു. അവൻ്റെ അടുത്തുനിന്ന് നിങ്ങളാരും കടം വാങ്ങല്ലേ. പറഞ്ഞത് കേട്ടാ? അവൻ ഇന്നലെ കിളിച്ച തകരിയ, നാളെ വാടിപ്പോകും. അവനെപ്പോലെ പുതുപ്പണക്കാരനല്ല സൈമൺ തരകൻ. തലമുറകളായിട്ട് ദേശം ഭരിച്ച അധികാരികളാ. അവൻ്റെ കയ്യിലെ പണം ഒരു തെര വന്ന് വലിഞ്ഞു പോണ പോലെ അങ്ങ് പോകും. പിന്നെ നിങ്ങൾ ആരോട് പോയി പൈസ ചോദിക്കും? കാരക്കാട്ടുകാര് പുതുമടിശീലക്കാരല്ല, ആസ്തിയുള്ളവരാ. അതുകൊണ്ട് പറയുക, അവൻ്റെ കെണി പോയി തലവെച്ച് കൊടുത്തിട്ട് പിന്നെ എൻ്റെ അടുത്ത് വരല്ല. ഞങ്ങളാരും അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചിട്ടില്ല മുതലാളി. ഒരാൾ പറഞ്ഞു. പോകുന്നവൻ വെള്ളം കുടിക്കും. വെറും വെള്ളമല്ല, ഉപ്പുവെള്ളം. സൈമൺ തരകൻ പറഞ്ഞു. അവൻ്റെ കൂടെ പോണ വള്ളക്കാര് ചെല്ലിക്കടപ്പുറത്ത് മീൻ ഇറക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. എൻ്റെ കടപ്പുറമാ. അവിടെ കടകൾ കെട്ടിയിരിക്കണതും മീൻ വണ്ടികൾ വന്ന് കിടക്കണതും എൻ്റെ സ്ഥലത്താ. എൻ്റെ തെങ്ങും പറമ്പിൽ കൂടിയാ റോഡ് വെട്ടിയേക്കണത്. അതുകൊണ്ട് ഞാൻ പറയണത് കേട്ട് എൻ്റെ കൂടെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. അവൻ്റെ കൂടെ പോയാൽ വള്ളമിറക്കാനും മീനടിപ്പിക്കാനും വേറെ കടപ്പുറം നോക്കേണ്ടി വരും. അവൻ മുതലാളിക്കെതിരായിട്ടാണല്ലോ എല്ലാം ചെയ്യണത്. അവനെ നിലയ്ക്ക് നിർത്താൻ പറ്റൂലേ? അവന് കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സമയത്ത് സൈമൺ തരകൻ കൊടുക്കും. അവൻ എന്തൊക്കെ കളി കളിക്കുമെന്ന് കാണട്ട്. സൈമൺ തരകൻ എന്തൊക്കെയോ മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പോലെ പറഞ്ഞു. വള്ളക്കാരെല്ലാം സൈമൺ തരകന് പിന്തുണ ഉറപ്പ് നൽകിക്കൊണ്ട് പിരിഞ്ഞുപോയി. മീറ്റിംഗ് കഴിഞ്ഞ് സൈമൺ തരകൻ തിരികെ വന്നപ്പോൾ എൽസമ്മ അയാളോട് ചോദിച്ചു.
ഇനിയെങ്കിലും ആ ശൗര്യക്കുട്ടിയെ വെറുതെ വിട്ടുകൂടെ? ഈ നാട്ടാർക്ക് മുഴുവൻ അറിയാം അവൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും. അപ്പനും മകനും നേർക്ക് നേരെ നിന്നാണ് യുദ്ധം എന്ന് പറഞ്ഞ് നാട്ടുകാർ ചിരിക്കണ നിങ്ങൾ കാണുന്നില്ലല്ലോ. എന്നോട് മത്സരിക്കാൻ അവൻ ആരാടി? കടപ്പുറത്ത് തെണ്ടിപ്പറിക്ക് നടന്ന ചെറ്റ. നിങ്ങൾ എന്തൊക്കെ പേര് വിളിച്ചാലും അവൻ നിങ്ങളുടെ മകനാണല്ലോ, അല്ലേ? നിങ്ങളുടെ അതേ ചോരയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ അത്രയും വാശിയും ബുദ്ധിയും സാമർഥ്യവും അവന് കാണണമല്ലോ. ഒരു കാര്യത്തിൽ അവനായിപ്പം നിങ്ങളെക്കാളും മുൻപിൽ. എൽസമ്മ പറഞ്ഞു. എന്ത് കാര്യത്തിലാ പറ? ചെറുപ്പം. അവൻ തീ പോലെ ആളിക്കത്തി നിൽക്കുന്ന ചെറുപ്പക്കാരനാ. നിങ്ങൾ എല്ലും പല്ലും ദ്രവിച്ചു തുടങ്ങിയ കിഴവൻ. അവൻ്റെ ചെറുപ്പത്തിനെ വെല്ലാനുള്ള കരുത്ത് എൻ്റെ ഈ പ്രായത്തിനുണ്ടടി. അതുമാത്രമല്ല, അവനേക്കായാലും ഉശിരുള്ള ആൺമക്കൾ എനിക്ക് 3 എണ്ണമാ. അവനിങ്ങ് യുദ്ധത്തിന് വരട്ടെ. അവനെ വലിച്ചു കീറി തുണ്ടം തുണ്ടമാക്കി മീൻകൂടത്തിലിട്ട് ഉണക്കി ഉണക്കമീൻ്റെ കൂടെ കയറ്റിവിടും ഞാൻ. സൈമൺ തരകൻ തൻ്റെ സമ്പത്തിലും കഴിവിലും കരുത്തിലുമുള്ള അമിത വിശ്വാസത്തിൽ പറഞ്ഞു. പപ്പ. വിളി കേട്ട് സൈമൺ തരകൻ തല തിരിച്ചു നോക്കി. അത് ഡാൻഡസ് ആയിരുന്നു. അവൻ പകരം വീട്ടാൻ വന്നവനാണ് പപ്പ. അവൻ്റെ ബുദ്ധി എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ എല്ലായിടവും പിടിമുറുക്കിക്കൊണ്ടാ വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. ഡാൻഡസേ, നിനക്കൊന്നും അറിഞ്ഞുകൂടാ. നീ പോയിരുന്ന് പാട്ട് പഠിക്ക്. കടപ്പുറത്തെ ഒരു കാര്യത്തിലും നീ ഇടപെടണ്ട. അതിന് നിന്റെ ചേട്ടന്മാരുണ്ട്, അവർക്കറിയാം. പപ്പ, വഴക്കില്ലാതെ കഴിയുന്നതാ എപ്പോഴും നമുക്ക് സമാധാനവും സുഖവും, ഡാൻഡസ് പറഞ്ഞു. എനിക്ക് നേരെ തിരിച്ചാ. നിന്റെ പേടി നിന്റെ പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടു പോകുമോ എന്നല്ലേ? അടുത്ത നോമ്പുകാലം തീർന്ന നിങ്ങളുടെ കല്യാണം നടത്തിയേക്കാം. അതോടെ തീരെ നിന്റെ പേടി. എനിക്ക് പേടിയൊന്നുമില്ല പപ്പ. എന്നെ കളഞ്ഞിട്ട് സോണിയ വേറൊരുത്തൻ്റെയും ഭാര്യയായി ജീവിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ അവന് പറ്റില്ല. അവളുടെ മനസ്സ് മാറിയിട്ട് അവന് അവളെ കിട്ടാനും പോണില്ല. ഡാൻഡസിന് അതിനെപ്പറ്റിയെല്ലാം വ്യക്തമായ ധാരണയുണ്ട്. അവൻ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണം. എൽസമ്മ പറഞ്ഞു. ശൗര്യയുടെ പേരിൽ നമ്മുടെ മക്കളെ കുറേ നാണം കിട്ടും. ഇപ്പോൾ എല്ലാവരും വലുതായി. ഇനിയും അവൻ കാരണം നാണം കെടാൻ ആർക്കും താല്പര്യമില്ല. നിങ്ങൾ അവനോട് യുദ്ധത്തിന് പോയാൽ നമുക്ക് അതിൻ്റെ നാണക്കേട്. നീ സംസാരിക്കേണ്ട എൽസമ്മേ. പെണ്ണുങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഒരു വിവരവും ഇല്ലാതെയാ നിങ്ങളൊക്കെ വർത്തമാനം പറയണത്. സൈമൺ തരകൻ എൽസമ്മയെ ശാസിച്ച് വായടപ്പിച്ചു. ഡാൻഡസിന് തൻ്റെ ഭാഗം ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പാഴ്ശ്രമമാണെന്ന് തോന്നിയതിനാൽ അവനും തർക്കം നിർത്തി. സൈമൺ തരകൻ തൻ്റെ സിൽബന്ധികളെ വിളിച്ച് രഹസ്യമായി ഒരു ചുമതല ഏൽപ്പിച്ചു. നാളെ രാത്രി കുഞ്ഞിനെ കത്തിച്ചു കളയണം. അതോടെ ശൗര്യക്കുട്ടി ഇനി ചെല്ലിക്കടപ്പുറത്ത് വള്ളമിറക്കാൻ മടിക്കും. അവൻ മാത്രമല്ല, അവൻ്റെ ഒപ്പം ചേരാൻ ആഗ്രഹമുള്ള വള്ളക്കാരെയും ഒന്ന് ഭയപ്പെടുത്തി നിർത്താം. സൈമൺ തരകൻ്റെ ബോഡി ഗാർഡുകളായ ഏലിയാസും ആൻറ്റോയും ജെമിയുമൊക്കെ സടകൊഴിഞ്ഞ സിംഹങ്ങളായപ്പോൾ പുതുതായി സ്റ്റാലിൻ, ഷാജു, സിറിൽ, കെവിൻ തുടങ്ങിയ ചെറുപ്പക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. രാത്രി ശനിയാഴ്ചയായതിനാൽ കുറേയധികം വള്ളങ്ങൾ ചെല്ലിക്കടപ്പുറത്ത് കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞായർ ഒഴിവു ദിവസമായതിനാൽ ശനിയാഴ്ച രാത്രി ഭൂരിപക്ഷം വള്ളങ്ങളും കടലിൽ പോകാറില്ല. കുഞ്ഞിനെയും കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ചില വലിയ വള്ളങ്ങൾ 1/2 കിലോമീറ്റർ അകലെ നങ്കൂരമടിച്ച് കിടപ്പുണ്ട്. രാത്രി 1 മണി കഴിഞ്ഞ നേരത്ത് കുഞ്ഞിനയ്ക്കരികെ ചില നിഴലുകൾ അനങ്ങി. അല്പസമയത്തിനുള്ളിൽ വള്ളത്തിൽ നിന്ന് തീജ്വാലകൾ ഉയർന്നു. കുഞ്ഞനെ ചുറ്റി നിന്ന നിഴലുകൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് പിന്മാറി. അതേസമയം തന്നെ ചെല്ലിക്കടപ്പുറത്തിൻ്റെ തെക്ക് ഭാഗത്ത് കരയ്ക്ക് കയറ്റി വെച്ചിരുന്ന വള്ളങ്ങളിൽ നിന്ന് തീയുടെ വെളിച്ചം കടലിൽ വീണു. തീരക്കടലിൽ നങ്കൂരമിട്ട് കിടന്ന വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർ ആ കാഴ്ച കണ്ട് ഉറക്കെ വിളിച്ചു കൂവി. കടപ്പുറത്ത് കരയ്ക്ക് കയറ്റി വെച്ചിരുന്ന വള്ളങ്ങളിലുണ്ടായിരുന്നവർ ബഹളം കേട്ട് ഉണർന്നു നോക്കിയപ്പോൾ വള്ളങ്ങളിൽ തീ ആളിക്കത്തുന്നത് കണ്ടു. ഉണർന്നവർ കൂക്കു വിളിച്ചും ബഹളം കൂട്ടിയും കടലോര നിവാസികളെ കൂടി ഉണർത്തി. വള്ളങ്ങൾ തീപിടിച്ച് കത്തുന്നത് കണ്ടവർ ബക്കറ്റുകളും പാത്രങ്ങളുമായി പാഞ്ഞെത്തി കടലിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. പക്ഷേ വള്ളങ്ങളുടെ അടുത്ത് ചെല്ലാൻ കഴിയാത്ത വിധം തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു. കഠിനമായ ചൂട് കാരണം കുറേ അകലെ നിന്നുകൊണ്ട് വെള്ളം കോരിയെറിയാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. കുറേ പേർ പൂഴിമണൽ വാരിയെറിഞ്ഞ് തീ കെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ ശൗര്യക്കുട്ടിയും എമിലിയും ഡെനിച്ചനും ജാനറ്റുമെല്ലാം കടപ്പുറത്ത് പാഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞനിയിൽ തീ ആളിപ്പടരുന്നത് കണ്ട് ശൗര്യക്കുട്ടിയും കൂട്ടരും അവിടേക്ക് ഓടിച്ചെന്ന് തീ കെടുത്താനുള്ള ശ്രമം തുടങ്ങി.
കാരക്കാട്ട് ബംഗ്ലാവിൽ സൈമൺ തരകൻ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. മൊബൈലിൽ ആദ്യ സന്ദേശം എത്തിയപ്പോൾ അയാൾ സന്തോഷിച്ചതായിരുന്നു. കുഞ്ഞനയ്ക്ക് തീ കൊടുത്തുവെന്നും തീ ആളിക്കത്തുന്നുണ്ടെന്നും സ്റ്റാലിനാണ് വിളിച്ചു പറഞ്ഞത്. സൈമൺ തരകന്റെ സന്തോഷത്തിന് 5 മിനിറ്റിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത കോളിൽ കിട്ടിയ വിവരം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. സൈമൺ തരകന്റെ ഉടമസ്ഥതയിലുള്ള 3 കാരക്കാടൻ വള്ളങ്ങൾക്ക് തീ പിടിച്ചുവെന്നായിരുന്നു സ്റ്റാലിൻ വിളിച്ചറിയിച്ചത്. കുഞ്ഞന്ന വള്ളത്തിന് നിങ്ങൾ തീയിട്ട് കഴിഞ്ഞാണോടാ നമ്മുടെ വള്ളത്തിൽ തീ കണ്ടത്? സൈമൺ തരകൻ ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ കുഞ്ഞന്നയ്ക്ക് തീയിട്ട ഉടനെ നമ്മുടെ വള്ളത്തിനും തീ പിടിച്ചു. അങ്ങോട്ട് ഓടിച്ചെന്ന് തീ കെടുത്തണ്ടേടാ. മുതലാളി, ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളെ കണ്ട സംശയിക്കത്തില്ലേ? പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ഞങ്ങൾക്കെന്താ കടപ്പുറത്ത് കാര്യം? അതൊന്നും നോക്കണ്ട, ഓടിച്ചെന്ന് എങ്ങനെയെങ്കിലും തീ കെടുത്താൻ നോക്കടാ. സൈമൺ തരകൻ ചീറി. സ്റ്റാലിനും കൂട്ടുകാരും കാരക്കാടൻ വള്ളങ്ങൾക്കരികെ പാഞ്ഞെത്തി പൂഴിമണൽ കോരിയെറിഞ്ഞ് തീ കെടുത്താൻ ശ്രമിച്ചു. കാരക്കാടൻ വള്ളങ്ങളുടെ തീ അണയ്ക്കാനാണ് ആൾക്കൂട്ടം ഒത്തൊരുമിച്ചത്. കുഞ്ഞനയുടെ തീ അണയ്ക്കാൻ ശൗരിയും വീട്ടുകാരും ഏതാനും അയൽക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈമൺ തരകൻ ഇതിനിടയിൽ ഫയർഫോഴ്സിലേക്ക് ഫോൺ ചെയ്ത് വിവരമറിയിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിച്ചേരാൻ 1 മണിക്കൂർ എടുത്തു. അപ്പോഴേക്ക് 4 വള്ളങ്ങളും കത്തി നശിച്ചു കഴിഞ്ഞിരുന്നു. തീയണയ്ക്കാൻ ആൾക്കൂട്ടം നടത്തിയ ശ്രമമെല്ലാം വിഫലമായി. വള്ളങ്ങളുടെ ചട്ടക്കൂട് മാത്രം അസ്ഥികൂടം പോലെ അവശേഷിച്ചു. 3 മണിയോടെ പോലീസ് എത്തി. ദൃക്സാക്ഷികളോടും പരിസരവാസികളോടും അവർ സംഭവത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു. 4 വള്ളത്തിലും ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് തീ കണ്ടതെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി. കാരക്കാടൻ വള്ളങ്ങൾ നശിപ്പിച്ചവർ തന്നെയാണ് കുഞ്ഞനയ്ക്കും തീ വെച്ചതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഒരേ സമയത്താണ് തീവയ്പ് നടന്നത്. ഒരു സംഘം ആളുകൾ കരുതിക്കൂട്ടി 4 വള്ളങ്ങൾക്ക് തീ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് അനുമാനിച്ചു. തന്റെ വള്ളങ്ങൾക്ക് തീ വെച്ചത് ശൗരിക്കുട്ടിയാണെന്ന് സൈമൺ തരകൻ പറഞ്ഞെങ്കിലും അതിന് വേണ്ടത്ര പിൻബലം കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ശൗരിക്കുട്ടിയുടെ വള്ളത്തിന് ആര് തീ വെച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സൈമൺ തരകന് കഴിഞ്ഞില്ല. മാത്രമല്ല, തീയണയ്ക്കലിന്റെ പ്രാരംഭഘട്ടം മുതൽ ശൗരിക്കുട്ടിയും കുടുംബാംഗങ്ങളും കടപ്പുറത്തുണ്ടായിരുന്നു. പുറമേ നിന്ന് ഒരു ശത്രുവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് സൈമൺ തരകനോട് പറഞ്ഞു. സൈമൺ തരകൻ പോലീസിൽ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ ശൗരിക്കുട്ടി പരാതിയുമായി ആർത്തുങ്കൽ സ്റ്റേഷനിലെത്തി SI ജോൺസനെ കണ്ട് പരാതി നൽകി. പരാതി മുഴുവൻ വായിച്ചു നോക്കിയ ശേഷം ജോൺസൺ ചോദിച്ചു, നിന്റെ വള്ളത്തിന് ആരായിരിക്കും തീ വെച്ചത്? നിനക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? സൈമൺ തരകനെ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അയാളെ 3 വള്ളം കത്തിപ്പോയല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്തത്. ഇപ്പോൾ ആരെയെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ, ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. മതി, പതിയെ മതി, ധൃതിയില്ല. ജോൺസണോട് പുഞ്ചിരിച്ച് ശൗരിക്കുട്ടി തിരികെ പോയി. സൈമൺ തരകൻ SI ജോൺസനെ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തിയാണ് പരാതി എഴുതി നൽകിയത്. അയാളോട് ജോൺസൺ ചോദിച്ചു, ആരെയെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ശൗരിയെ സംശയമുണ്ട്. അവൻ്റെ ഒരു വള്ളം കത്തിപ്പോയല്ലോ. എൻ്റെ 3 വള്ളം കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി അവൻ സ്വന്തം വള്ളം തീയിട്ടതാകാമല്ലോ. ശൗരിയുടെ വള്ളത്തിന് ഒരു 20-25 ലക്ഷം രൂപ വിലയുണ്ട്. മുതലാളിയുടെ 3 വള്ളം കത്തിച്ച അവന് 5 പൈസയുടെ ലാഭമില്ല. ഒരു ലാഭവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി അവൻ സ്വന്തം കയ്യിലിരിക്കുന്ന 25 ലക്ഷം വെറുതെ കത്തിച്ചു കളയോ? ജോൺസൺ ചോദിച്ചു. അതൊരു കണക്കിൽ ശരിയാ. പക്ഷേ അവൻ അതിബുദ്ധി കാണിച്ചതാണെങ്കിലോ? എന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. എൻ്റെ 1.5 കോടി കളയാൻ വേണ്ടി അവൻ 30 ലക്ഷം മുടക്കി. സൈമൺ തരകൻ വാദിച്ചു. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ മുതലാളി, നിങ്ങൾ ആദ്യം ശൗരിയുടെ വള്ളത്തിന് പണി കൊടുക്കാൻ തീരുമാനിച്ചു. അവനത് മണത്തറിഞ്ഞു. നിങ്ങൾ അവൻ്റെ വള്ളം നശിപ്പിക്കുന്ന നേരത്ത് തന്നെ നിങ്ങൾക്കും പണി തരാമെന്ന് അവൻ നിശ്ചയിച്ചു. 30 ലക്ഷം രൂപ പോട്ടേന്ന് വെക്കാൻ അവനെ കൊണ്ട് പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഒറ്റുകാരനുണ്ട്. നിങ്ങൾ ശൗരിയുടെ വള്ളം കത്തിക്കുന്ന വിവരം അവൻ മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ നിങ്ങൾക്കിട്ടും പാര വയ്ക്കാൻ അവന് കഴിയൂ. എന്തായാലും ജോൺസൺ ഈ കേസ് വിട്ടുകളയരുത്. അവനെ അറസ്റ്റ് ചെയ്യണം. അതിന് 3 വള്ളം കത്തിച്ച കേസ് ധാരാളം മതി. ശൗരിക്കെതിരെ തെളിവുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാം. തെളിവ് ആര് തരുമടോ? പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. തെളിവ് മനസ്സിലായ? അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ശരിക്ക് കൈകാര്യം ചെയ്യുമ്പോൾ അവൻ തത്ത പറയണ മാതിരി കാര്യങ്ങൾ പറയും. അങ്ങനെയാ പോലീസ് തെളിവുണ്ടാക്കണത്. ശരി, എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. ജോൺസൺ ചെല്ലിക്കടപ്പുറത്തേക്ക് പോയി വിശദമായി അന്വേഷിച്ചു. ഞായറാഴ്ച ആയതിനാൽ
ഷെയറിട്ട് മദ്യപാനവും തെങ്ങിൻ തണലത്തിരുന്ന് ചീട്ടുകളിയുമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷം പേരും. ജീവൻ പണയം വെച്ച് ആഴ്ചയിൽ 6 ദിവസവും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളിക്ക് ആകെ ഒരു ഉല്ലാസവും വിനോദവും ഈ പിരിവിട്ടുള്ള മദ്യപാനവും ചീട്ടുകളിയുമാണ്. പോലീസിനെ കണ്ട് എല്ലാവരും താൽക്കാലിക പിന്നാമ്പുറങ്ങളിലേക്ക് വലിഞ്ഞു. ഇന്നലെ വള്ളങ്ങൾ കത്തി നശിച്ചപ്പോൾ കടപ്പുറത്തുണ്ടായിരുന്ന തൊഴിലാളികളെ വിളിച്ചുകൂട്ടി പോലീസ് ചോദ്യം ചെയ്തു. ഏറെക്കുറെ എല്ലാവരും ഒരേ മറുപടി തന്നെയാണ് നൽകിയത്. സംശയകരമായ സാഹചര്യത്തിൽ കടപ്പുറത്തുണ്ടായിരുന്നത് 4 പേരാണ്. സ്റ്റാലിൻ, ഷാജു, സിറിൽ, കെവിൻ എന്നിവർ സൈമൺ തരകന്റെ വള്ളങ്ങളിലെ തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ചെല്ലിക്കടപ്പുറത്ത് രാത്രി വരേണ്ട കാര്യമില്ല. പകൽ മീൻ ലേലം നടക്കുമ്പോൾ അവർ കടപ്പുറത്ത് തറ വാടക പിരിക്കാനും മീൻ ലേലം ചെയ്യാനും മറ്റുമായി വരാറുണ്ട്. വള്ളങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ ശൗരി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പോലീസിന് തെളിവ് കിട്ടി. പോലീസ് പോയി കഴിഞ്ഞ ശേഷം കടപ്പുറ നിവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞു. അത് ശൗരിക്കുട്ടി കൊടുത്ത പണിയാ. സൈമൺ മുതലാളിൻ്റെ 3 വള്ളവും കത്തിച്ചത് അവനാ. അവനല്ലെങ്കിൽ അവൻ്റെ ആൾക്കാര്. പക്ഷെങ്കിൽ അവൻ്റെ വള്ളം കത്തിച്ചത് മറ്റവന്മാരാ. രണ്ടും കൂടെ ഒരേ സമയം സംഭവിച്ചത് അതിശയം. ശൗരിക്ക് നേരത്തെ വിവരം കിട്ടിക്കാണും. ഒരു വള്ളം പോയിക്കോട്ടേന്ന് അവൻ വിചാരിച്ചു. പകരം 3 എണ്ണം കത്തിച്ചു. അവൻ തകർക്കും കേട്ടോ. ആ തന്തയുടെ അസല് ജന്മമല്ലേ. 2 പേരും കൂടെ കളി കുറെ കളിക്കണ ലക്ഷണ. കടപ്പുറത്ത് സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ശൗരിക്കുട്ടിയുടെ ചെവിയിലും ചിലതൊക്കെ എത്തിപ്പെട്ടു. എങ്കിലും അവൻ കേട്ടതായി ഭാവിച്ചില്ല. എമിലി ശൗരിക്കുട്ടിയോട് വിളിച്ചു ചോദിച്ചു, കടപ്പുറത്തുള്ളവർ പലതും പറയണ്. അതിൽ വല്ല സത്യമുണ്ടോ ശൗരിക്കുട്ടി? അമ്മ അതിനൊന്നും ചെവി കൊടുക്കണ്ട. കടപ്പുറത്തുള്ളവർ ഓരോരോ കാലത്ത് എന്തെല്ലാം പറഞ്ഞിരിക്കണ്. അമ്മ ഗൗനിച്ചിട്ടുണ്ടോ? എമിലി അതോടെ നാവടക്കി. ശൗരിക്കുട്ടി അല്ലാതെ മറ്റാരുമല്ല തൻ്റെ വള്ളങ്ങൾ കത്തിച്ചതെന്ന് സൈമൺ തരകന് ഉറപ്പുണ്ടായിരുന്നു. ഒരു പകരം വീട്ടലിന് കളമൊരുക്കാനായി അയാൾ അറയ്ക്കൽ ചാർലി സേവ്യറിൻ്റെയും ആൻഡപ്പൻ പീറ്ററിൻ്റെയും അഭിപ്രായം തേടി. മുളയിലെ നുള്ളണം വളരാൻ അനുവദിക്കരുത്, ചാർലി സേവ്യർ നിശിതമായി പറഞ്ഞു. കൊന്നുകളയാ വേണ്ടത്. അതിനെത്ര ചെലവാക്കിയാലും അത് നഷ്ടമല്ല. മകളെ കൊണ്ടുപോയതിൻ്റെ പ്രതികാര ബുദ്ധിയാണ് ആൻഡപ്പൻ പീറ്ററിനെ കൊണ്ട് അത്രയും കടുത്ത നിലപാടെടുപ്പിച്ചത്. വണ്ടി ഇടിപ്പിച്ച് കൊല്ലാം, കടലിൽ പോകുമ്പോൾ വളഞ്ഞു പിടിച്ച് കൊല്ലാം. അതൊക്കെ പിന്നീട് ഊരിയെടുക്കാൻ എളുപ്പമാ. ആൻഡപ്പൻ ഉപായങ്ങൾ നിർദ്ദേശിച്ചു. പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. പക്ഷേ അവനെ തീർത്തേക്കണം. ആളെയും ഞാൻ തരാം. എനിക്ക് അവൻ്റെ ശവം കാണണം. സൈമൺ തരകന് ഇനി വിട്ടുവീഴ്ചയില്ല. രാവിലെ കടലോര നിവാസികൾ ചെല്ലിക്കടപ്പുറത്ത് പുതിയൊരു വള്ളം കണ്ട് ആശ്ചര്യപ്പെട്ടു. ദൂരെ നിന്ന് പോലും വായിക്കാവുന്ന വിധം അതിൻ്റെ ഇരുവശത്തും കുഞ്ഞന്ന എന്ന് കടും ചുവപ്പിൻ്റെ അക്ഷരങ്ങളാൽ ആലേഖനം ചെയ്തിരുന്നു. കുഞ്ഞന്നയ്ക്ക് ചുറ്റും ആളുകൾ വന്നുകൂടി. പഴയ കുഞ്ഞന്നയേക്കാൾ സുന്ദരിയായിരുന്നു പുതിയ കുഞ്ഞന്ന. അവൾ കന്യകയുമായിരുന്നു. വെളുപ്പാൻ കാലത്ത് ലോറിയിലാണ് കുഞ്ഞന്ന ചെല്ലിക്കടപ്പുറത്ത് എത്തിയത്. വള്ളം ഇറക്കിയതും ലോറി തിരികെ പോയതും ആ സമയം ചെല്ലിക്കടപ്പുറത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമേ കണ്ടുള്ളൂ. രാവിലെ സാക്ഷാൽ കുഞ്ഞന്നയെ തന്നെ ശൗരിക്കുട്ടി കടപ്പുറത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞന്നയ്ക്കൊപ്പം എമിലിയും ജാനറ്റും അയൽപ്പക്കത്തെ സ്നേഹിതകളും എത്തിയിട്ടുണ്ടായിരുന്നു. വള്ളത്തിൽ മുന്നിൽ 2 ഉരുക്ക് കമ്പികളിലായി വിലങ്ങണയെ കെട്ടിയിരുന്ന നാട കത്രിക കൊണ്ട് മുറിച്ച് കുഞ്ഞന നാണത്തോടെ കുഞ്ഞനയെ കടലിലിറക്കുന്ന പ്രക്രിയയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശൗര്യയുടെ അടുപ്പക്കാരെല്ലാം ചേർന്ന് കുഞ്ഞനയെ തള്ളി കടലിലിറക്കി. മറ്റു വള്ളങ്ങളെക്കാൾ കാണാനഴകുള്ള വള്ളമാണ് കുഞ്ഞന. കണ്ടവരെല്ലാം പറഞ്ഞത് ശരിയാണെന്ന് തിരകളിൽ ചാഞ്ചാടി നിന്ന കുഞ്ഞനയെ കണ്ടപ്പോൾ എമിലിക്ക് തോന്നി. നീ എന്താ ശൗര്യക്കുട്ടി അമ്മയുടെ പേര് വള്ളത്തിനിടാത്തെ? എമിലി കേൾക്കാതെ സ്വകാര്യമായി ജാനറ്റ് ശൗര്യയോട് ചോദിച്ചു. അതൊക്കെയുണ്ട് ചേച്ചി, സമയം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ശൗര്യക്കുട്ടി അതേ സ്വരത്തിൽ മറുപടിയും നൽകി. കുഞ്ഞന്ന പകൽ മുഴുവൻ തീരക്കടലിൽ നങ്കൂരമിട്ട് കിടന്നു. എല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് ശൗര്യക്കുട്ടി കുഞ്ഞനെ കടലിലിറക്കി നിർത്തിയത്. കാരയ്ക്കാട്ട് സൈമൺ തരകനോടുള്ള വെല്ലുവിളി കൂടിയായിരുന്നു അത്. സൈമൺ തരകന്റെ 3 വള്ളങ്ങൾ കത്തി നശിച്ചിട്ടും പകരം ഒരെണ്ണം പോലും ഇതുവരെ കടലിലിറക്കാൻ പറ്റിയിട്ടില്ല. ശൗര്യക്കുട്ടി ഒരാഴ്ച തികയും മുമ്പേ പകരം വള്ളമിറക്കി. ആളുകൾ അക്കാര്യം പറഞ്ഞു നടക്കുമെന്ന് ശൗര്യക്കുട്ടിക്കറിയാം. സൈമൺ തരകന്റെ ചെവിയിലും സംഭവം എത്തും. അയാൾക്ക് അഭിമാനക്ഷതം തോന്നണം. ആണക്കേട് ഉള്ളിൽ കിടന്ന് നുരയണം. അയാളുടെ ഉള്ളിൽ പ്രതികാരാജ്ഞി ആളിക്കത്തണം. ശൗര്യക്കുട്ടിക്ക് അതാണ് വേണ്ടത്. തന്നെ നശിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ സൈമൺ തരകൻ എന്തെങ്കിലും അബദ്ധങ്ങൾ വരുത്തി കൂട്ടണം.
ഒരടി കിട്ടിയിട്ട് വേണം 4 അടി തിരിച്ചു കൊടുക്കാൻ. ശൗര്യക്കുട്ടി പ്രതീക്ഷിച്ച പോലെ തന്നെ കാരക്കാട്ട് ബംഗ്ലാവിൽ കുഞ്ഞനെക്കെതിരെ ആലോചനകളും ആക്രോശങ്ങളും ഉണ്ടായി. കുഞ്ഞനെയും കത്തിച്ചു കളയണമെന്ന അഭിപ്രായക്കാരായിരുന്നു സൈമൺ തരകൻ്റെ 3 മക്കൾ 2 പേരും. സൈമൺ തരകൻ പക്ഷേ അതിനോട് അനുകൂലിച്ചില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവൻ 2 ഇരട്ടിയായിട്ട് തിരിച്ചടിക്കും. അത് വേണ്ട, നമ്മുടെ വള്ളങ്ങളൊക്കെ മാറ്റിയിട്ടാൽ പോരെ, അല്ലെങ്കിൽ കാവലിരുന്നാൽ പോരെ? റോയി സൈമൺ ചോദിച്ചു. എത്ര ദിവസം കാവല് കിടക്കും? അവൻ വേറെന്തെങ്കിലും നഷ്ടം വരുത്തിയാലോ? നമുക്ക് എല്ലാത്തിനും ഇൻഷുറൻസ് ഉള്ളതല്ലേ, പിന്നെന്താ? ഇൻഷുറൻസ് ഇല്ലാത്ത സംഗതി അവൻ തെരഞ്ഞു പിടിക്കും. പപ്പയ്ക്ക് അവനെ പേടിയാണോ? അവനെ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. സൈമൺ തരകന് ഇതിനകം അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അധികാരവും പണവും ഉപയോഗിച്ച് സകലരെയും നിലയ്ക്ക് നിർത്തിയിട്ടുള്ളവനാണ് സൈമൺ തരകൻ. അത് രണ്ടിനും വഴങ്ങാത്തവരെ കയ്യൂക്കുകൊണ്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശൗര്യക്കുട്ടി അതിന് മീതെ നിൽക്കുന്നു. തന്ത്രശാലിയാണവൻ, കൗശലക്കാരനുമാണ്. കലങ്ങിയ വെള്ളത്തിലും തെളിഞ്ഞ വെള്ളത്തിലും അവന് മീൻ പിടിക്കാൻ അറിയാം. അവന് നിയമത്തെ പേടിയില്ല. ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും അവൻ വശംവദരാക്കുന്നു. അവൻ്റെ കയ്യിൽ പണമുണ്ട്. അവൻ്റെ പിന്നിൽ കരുത്തരായ ആളുകളുമുണ്ട്. അവനോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് 1 അല്ല 2 അല്ല 3 തവണ ആലോചിക്കണം. ഇത്രയും കാര്യങ്ങൾ സൈമൺ തരകന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ചെല്ലിക്കടപ്പുറത്ത് തൻ്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്നും അയാൾ നിശ്ചയിച്ചു. പുതിയ വഴികൾ കണ്ടെത്തണം, അവനെ തകർക്കണം. സൈമൺ തരകന് ഉറക്കം നഷ്ടപ്പെട്ടു. എണ്ണക്കറുപ്പിൽ തിളങ്ങുന്ന BMW കാറിൽ വന്ന സന്ദർശകന് കനകരാജ് ഗേറ്റ് തുറന്നു കൊടുത്തു. സൈമൺ തരകന്റെ പുതിയ ഗേറ്റ് കീപ്പറാണ് തിരുനെൽവേലിക്കാരനായ കനകരാജ്. ആഡംബര കാറിൽ വന്ന അതിഥിയെ കാണാൻ സൈമൺ തരകൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്നു. ഇസ്തിരിയിട്ട വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച മധ്യവയസ്കൻ കാറിൽ നിന്നിറങ്ങി സൈമൺ തരകന്റെ ബംഗ്ലാവിലേക്ക് കയറി ചെന്നു. സൈമൺ തരകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈ നീട്ടി ആഗതൻ പറഞ്ഞു, എൻ്റെ പേര് ബേബി കുരുവിള. എടത്തുവക്കാരനാണ്, താമസിക്കുന്നത് എറണാകുളത്ത്. ഇവിടെന്താ? ഹസ്തദാനം നൽകിക്കൊണ്ട് സൈമൺ തരകൻ ചോദിച്ചു. ഞാൻ മാരാരിക്കുളത്ത് ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. ശരിക്കു പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് കേട്ടിട്ടുണ്ടായിരിക്കും, കൊച്ചിൻ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സൈമൺ തരകന് ഒരു പിടിയും കിട്ടിയില്ല. എങ്കിലും പറഞ്ഞു, കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആലപ്പുഴ ബ്രാഞ്ച് ഉണ്ടോ? ആലപ്പുഴയില്ല, ചങ്ങനാശ്ശേരി ആലപ്പുഴ ബ്രാഞ്ചാണ് മാരാരിക്കുളത്ത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയാ? മാരാരി ബീച്ച് റോഡിലുള്ള ഒരു 2 നില കെട്ടിടം അറിയുമോ? താഴെ സ്റ്റേഷനറി, ഹോട്ടൽ, മുകളിൽ ടെക്സ്റ്റൈൽസും ടൈലറിങ്ങും. അത് കുറച്ചു കാലമായിട്ട് അടച്ചിട്ടിരിക്കുകയാണല്ലോ. ചുറ്റും ടാർപോളിനും ഗ്രീനെറ്റുമൊക്കെ ഇട്ട് അവിടെ എന്തോ പണി നടക്കണ പോലെ. റിനോവേഷൻ, മൊത്തം പുതുക്കി പണിയല. പണി തീർന്നു, അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം. സൈമൺ മുതലാളി വേണം ആ കർമ്മം നിർവഹിക്കാൻ. ഈ പ്രദേശത്തെ തറവാടിത്തമുള്ള ഒരു പുരാതന കുടുംബത്തിൽ നിന്നുള്ള ആളെന്ന നിലയ്ക്ക്, നാട്ടുപ്രമാണി എന്ന നിലയ്ക്കും താങ്കൾ വന്ന് അത് നടത്തി തരണം. അതിന് യോഗ്യനായിട്ട് വേറൊരാളെയും ഞാൻ കണ്ടില്ല. സൈമൺ തരകൻ ആ പ്രകീർത്തനത്തിൽ പ്രസാദിച്ചു. ആളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഇളനീരും പലഹാരങ്ങളും കൊടുത്ത് സൽക്കരിച്ചു. ഫിനാൻസ് കമ്പനി എന്ന് പറയുമ്പോൾ പണം വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കലാണോ, അതോ പണം കൊടുത്തിട്ട് പലിശ വാങ്ങലാണോ? എല്ലാം ഉണ്ട്. എന്നാലും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടിയാണ്. പിന്നെ അത്യാവശ്യക്കാർക്ക് സ്വർണ്ണ പണയം എടുത്തിട്ട് പൈസ കൊടുക്കും. വണ്ടിയുടെ RC ബുക്ക് പണയം വെച്ചിട്ടും പൈസ കൊടുക്കും. മാരാരിയിലേത് ഞങ്ങളുടെ 9ാമത്തെ ബ്രാഞ്ചാ. വള്ളക്കാർക്ക് പൈസ കടം കൊടുക്കലുണ്ടോ? സ്വർണ്ണപ്പണയത്തിൽ കൊടുക്കും. ഈടില്ലാതെ കൊടുത്താൽ നമ്മളെങ്ങനെ തിരിച്ചു പിടിക്കും? നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അത് വേറെ ഇടപാടാ. സൈമൺ തരകൻ തൻ്റെ തട്ടകം ഭദ്രമാണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അത് നമുക്കറിയാം. വള്ളക്കാർക്ക് പണം കൊടുത്തിട്ട് അവരുടെ മീൻ ലേലം ചെയ്ത് കമ്മീഷൻ എടുക്കുന്ന ഏർപ്പാടല്ലേ? അതിനൊന്നും നമ്മളില്ല. സ്വർണം, വാഹനം, ഭൂമി ഇതിലേതെങ്കിലും ഈടായിട്ട് കിട്ടിയാൽ കൊടുക്കും. എന്നാലും ഞങ്ങളുടെ വലിയ ബിസിനസ് ചിട്ടിയാണ്. കാര്യങ്ങളെല്ലാം സംസാരിച്ച് നോട്ടീസിൽ പേര് വയ്ക്കാൻ സമ്മതവും വാങ്ങി ബേബി കുരുവിള വന്ന കാറിൽ തന്നെ തിരിച്ചുപോയി. തട്ടിപ്പ് ഫിനാൻസുകാരാണോ പപ്പ? റോയി സൈമൺ വിവരമറിഞ്ഞപ്പോൾ സംശയം പ്രകടിപ്പിച്ചു. ആണെങ്കിൽ നമുക്കെന്താ? നമ്മൾ അയാളോട് പൈസ കടം വാങ്ങാനും പോണില്ല, അയാളുടെ ഫിനാൻസിലോട്ട് പൈസ ഇടാനും പോണില്ല. അല്ല, തട്ടിപ്പുകാരൊക്കെ ഉണ്ട് ഒരുപാടെണ്ണം. വലിയ പേര് കേട്ട ചിട്ടിക്കമ്പനിക്കാർ പോലും ഒടുക്കം മുങ്ങലാണ് പതിവ്. ഇയാളെ കണ്ടിട്ട് അത്തരക്കാരനാണെന്ന് തോന്നണില്ല. പെരുമാറ്റത്തിലും സംസാരത്തിലും മാന്യന.
9ാമത്തെ ബ്രാഞ്ചാണെന്ന്. പൈസയുള്ളവനാ. റോയി സൈമൺ അതോടെ ആ വിഷയം വിട്ടു. 2 ദിവസത്തിനുള്ളിൽ സൈമൺ തരകൻ്റെ പേര് ഉദ്ഘാടകനായി വെച്ചുകൊണ്ടുള്ള നോട്ടീസ് ഇറങ്ങി. കാരക്കാട്ട് ബംഗ്ലാവിൽ നോട്ടീസ് കിട്ടി. നിർദ്ദിഷ്ട ദിവസം സൈമൺ തരകൻ വേണ്ട പോലെ അണിഞ്ഞൊരുങ്ങി തൻ്റെ സ്വന്തം കാറിൽ മാരാരിക്കുളത്ത് പോയി. അവിടെ കൊടിതോരണങ്ങളാലും ഫ്ലെക്സ് ബോർഡുകളാലും അലങ്കരിക്കപ്പെട്ട 2 നില കെട്ടിടത്തിൻ്റെ മുന്നിലെത്തി. അവിടെ വേറെയും ആഡംബര കാറുകൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പൂക്കളമിട്ടും ബലൂൺ മാലകൾ തൂക്കിയും അലങ്കാര ദീപങ്ങൾ തെളിച്ചും വർണ്ണാഭമാക്കിയ സ്ഥാപനത്തിനുള്ളിലെ 7 തിരിയിട്ട ഒരാൾ പൊക്കത്തിലുള്ള നിലവിളക്ക് കൊളുത്തി സൈമൺ തരകൻ കൊച്ചിൻ ഫിനാൻസിയേഴ്സിൻ്റെ മാരാരിക്കുളം ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. ബേബി കുരുവിള അയാളെ വേദിയിലെ കസേരയിലിരുത്തി പുകഴ്ത്തിക്കൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചു. കൊച്ചിൻ ഫിനാൻസിൻ്റെ അകത്തളങ്ങളിലെ ആഡംബരം സൈമൺ തരകനെ ആശ്ചര്യപ്പെടുത്തി. വിശാലമായ ഹാൾ, വലിയ ബാങ്കുകളിലേതുപോലുള്ള വിവിധ കൗണ്ടറുകൾ, ജോലിക്കാർക്കിരിക്കാൻ കുഷ്യനിട്ട കറങ്ങുന്ന കസേരകൾ, ഓരോ ഇരിപ്പിടത്തിനു മുന്നിൽ കമ്പ്യൂട്ടറുകൾ, ഇരുമ്പ് വലയിട്ട് സുരക്ഷിതമാക്കിയ ക്യാഷ് കൗണ്ടർ, ഉരുക്കുവാതിലുള്ള സ്ട്രോങ് റൂം, മാനേജർക്കും പ്രൊപ്രൈറ്റർക്കും ചില്ല് ഭിത്തികളുള്ള AC മുറികൾ. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് കെട്ടിടം നവീകരിച്ചതും ഫർണിഷ് ചെയ്തതുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സൈമൺ തരകന് മനസ്സിലായി. ഫിനാൻസിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തന്നെ വേണം. സംതൃപ്തനായ സൈമൺ തരകൻ ബേബി കുരുവിളയെ അഭിനന്ദിച്ചു. വാരിക്കോരി ചെലവാക്കിയല്ലേ? 2.5 കോടി രൂപ, അത്രയേ ഉള്ളൂ. ബേബി കുരുവിള നിസ്സാരമട്ടിൽ പറഞ്ഞു. ഇത്രയൊക്കെ മുടക്കിയ അതിന് തക്ക ബിസിനസ് ഇവിടെ നടക്കൂ? സൈമൺ തരകൻ ആശങ്ക പ്രകടിപ്പിച്ചു. മാരാരിക്കുളത്തെ ബിസിനസ് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം. ചേർത്തലയും ആലപ്പുഴയും അമ്പലപ്പുഴയും എല്ലാം ചേർന്നുള്ള ഒരു വലിയ ഏരിയയാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തരക്കേടുമില്ല, സൈമൺ തരകൻ പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. ജോലിക്കാരൊക്കെ എവിടെയുള്ളവരാ? ഇവിടത്തുകാർക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, കാഷ്യർ, അക്കൗണ്ടൻറ്റ് തുടങ്ങിയവരൊക്കെ അപ്പോയിൻ്റ് ചെയ്തു കഴിഞ്ഞു. എന്നാലും 4-5 പേര് കൂടി വേണം. അർഹതയുള്ള ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, ബേബി കുരുവിള പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. സൈമൺ തരകൻ ഒരു ശുപാർശയ്ക്കുള്ള സാധ്യത തെളിച്ചിട്ടു. സൈമൺ മുതലാളി പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയക്കാരെയും അധികാരികളെയും ഉദ്യോഗസ്ഥന്മാരെയും ആരെയും വിളിച്ചില്ലല്ലോ. അതെന്താ? അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതാ ബുദ്ധി. എല്ലാം പിരിവുകാരാ. അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോയെന്ന് മാത്രമേ നോക്കൂ. അവരൊക്കെ പുറകെ വന്നോളും. ആ മറുപടിയും സൈമൺ തരകന് ഇഷ്ടപ്പെട്ടു. അടുത്ത ഭാഗം നാളെ.